എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും അതുപോലെ വരാനിരിക്കുന്ന പുതുവത്സര നന്മകൾ നേരുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം ആഘോഷത്തിലായിരുന്നു. കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാന്റാ നോട്ട്സ് എന്ന് പറയുന്ന ഒരു കരോൾ നൈറ്റ് സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ടൗൺ കരോൾ, അതുപോലെ നൈറ്റ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് വളരെ ആഘോഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ ഇടവകാംഗം ബെന്നി എന്ന് പറയുന്ന ഒരു ചേട്ടനും അതുപോലെ തന്നെ KCYയും അംഗങ്ങളും കൂടിയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുക. ഒരാഴ്ചത്തിൽ 3-4 ആഴ്ചയിലധികമായിട്ടുള്ള ജോലി തിരക്കിൽ അവർ ക്രമീകരിച്ചതാണ്. അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നമുക്കൊരു സാന്റാ സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛന് അതിനെക്കുറിച്ച്. സാന്റാ സിറ്റി വളരെ മനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാന്റാ സിറ്റി നമ്മുടെ ഇടവകയിലുള്ള ജോജി എന്ന് പറയുന്ന ഒരു യൂത്തിലെ അംഗമാണ് സാന്റാ സിറ്റി നിർമ്മിച്ചത്. മനോഹരമായിട്ടുള്ളൊരു മഞ്ഞു മനുഷ്യനും അതേപോലെ വീടും അതേപോലെ ഒരു ട്രെയിനും നല്ല മനോഹരമായ രീതിയിലാണ്. രാത്രിയിലാണ് ദൃശ്യഭംഗി കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. എനിവേ വളരെ മനോഹരമായിട്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ മിഷൻ ലീഗിലെ കുട്ടികൾ സഹകരിച്ചാണ് ഇത് നിർമ്മിച്ചത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. കഴിഞ്ഞ ഡിസംബർ 1 മുതലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഫ്രാൻസിസ് കീരമ്പാറാച്ചനാണത് കല്ല് വെച്ചത്. പിന്നെ എല്ലാവരും വികാരിച്ചും കൊച്ചുമാരും പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നത്. അതുകൂടെ യൂത്തിലെ പിള്ളേർ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. സാന്റാ ക്ലോസ് എന്ന് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പുരോഹിതൻ, ഒരു കൺസെപ്റ്റാണല്ലോ. ആ കൺസെപ്റ്റിനകത്ത് നിന്ന് നമ്മുടെ പോളച്ചന് ഒരു ആശയം തോന്നി. ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കുറേ മഞ്ഞൊക്കെ വീഴുന്നു, കുറേ സിറ്റി. അപ്പോൾ കാണുമ്പോൾ ഒരു ലുക്കൊക്കെ തോന്നണം സിറ്റി ആയിട്ട്, മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു രീതിയിൽ. അപ്പം നമുക്ക് ഈ മഴയൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആശയം അവിടെ വർക്കൗട്ട് ആവുന്നതെന്ന് തോന്നി. അങ്ങനെ ഇച്ചിരി വലുതാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ ഏറ്റവും കൂടുതൽ സെൽഫിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ലേ. അപ്പോൾ കയറി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ട്രെയിനും ഒക്കെ ആയി. അപ്പോൾ സാന്താ ക്ലോസ് എപ്പോഴും റൈഡ് ചെയ്യണത് റെയിൻഡിയറിനകത്തായിരിക്കും. അപ്പോൾ നമ്മൾ റെയിൻഡിയറിനെയും വരുത്തണം, സാന്താ ക്ലോസും വരുത്തണം, ഒരു ട്രെയിനും വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പിൻട്രസ്റ്റ് ആപ്പിനകത്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് റെഫർ ചെയ്ത് നമ്മൾ റെയിൻഡിയറിനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു, 3 മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി പുള്ളിയുടെ റെയിൻഡിയറിൻ്റെ ആ വണ്ടി എടുത്ത് ട്രെയിനിൻ്റെ ബോഗിയാക്കി. അപ്പോൾ എന്നിട്ട് ഒരു വീടിൻ്റെ ചിമ്മിനിയിലേക്ക് ആശാൻ ഇറങ്ങുന്നതായിട്ട് അതാണ് കാല് ഒക്കെ വെച്ചത്. അതായിരുന്നു കൺസെപ്റ്റ്.